ഹായ് ഹലോ ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല കിടുക്കാച്ചി ടേസ്റ്റിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തി റെഡിയാക്കുന്നത് എങ്ങനെ. അപ്പം മലയാളിയൊക്കെ ചമ്മന്തി സ്പെഷ്യൽ അല്ലല്ലേ, എന്തെല്ലാം ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, ഉള്ളി ചമ്മന്തി, കാന്താരി ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി, ഇങ്ങനെ പല ഐറ്റം ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ഒരു ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉണക്കമീൻ എടുത്ത് ഇതുപോലെ മുളകും മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിച്ച് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ആദ്യം ഉണക്കമീനൊന്ന് നമുക്ക് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക പ്ലീസ്. ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അതും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ഉണക്കമീനൊക്കെ ഇപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ എല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് നോക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളകൊന്ന് മൂപ്പിച്ചെടുക്കണം, വറുത്തെടുക്കുക. അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 7-8 എടുത്തിട്ടുണ്ട്. പക്ഷെ വലിയ എരിവൊന്നുമില്ല കേട്ടോ ഈ മുളകിന്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ ഇതിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി കിട്ടണം എന്ന് പറഞ്ഞ് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുളകൊക്കെ ഇങ്ങനെ മൂത്ത് നിറം മാറിയൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് വിശക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കറി വെക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനത്തെ ചമ്മന്തികളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിക്കായാലും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ മുളക് മൂത്തിട്ടുണ്ട്, ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക, 5-6 ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ഇട്ട് അതിൻ്റെ നിറം ഒന്ന് മാറി കിട്ടണം. നല്ലപോലെ ഒന്ന് വഴന്ന് നല്ല രീതിയിലൊന്ന് എന്താ പറയുക, ഒരു കണ്ണാടി പോലെയൊക്കെ തോന്നത്തില്ല, ആ പരുവത്തിലൊന്നായി കിട്ടണം ചുവന്നുള്ളി. അതിന് ശേഷം അത് ഞാനിതുപോലെ കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് 1-2 തണ്ട് കറി ലീഫ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ മൂപ്പിച്ചൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല റെസിപ്പി, ഒരു നാടൻ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതുപോലെ കരിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒത്തിരി വേണ്ട. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചമ്മന്തി എത്ര അളവാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ സാധനങ്ങളെല്ലാം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയിലിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ പുളിയെല്ലാം നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇട്ടേ. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ച് മാറ്റിയെടുക്കാം. ഒരുപാട് മൂത്തൊന്നും പോകണ്ട, ആ എണ്ണയിലൊന്ന് ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉണക്കമീൻ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7-8 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളകും ചുമന്നുള്ളിയും കറി ലീഫും അതുപോലെ തന്നെ പുളി ഇഞ്ചി എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പ് വേണ്ടി വരത്തില്ല, നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർക്കുക. ചില ഉണക്കമീൻ നല്ല ഉപ്പുള്ളതാണെങ്കിൽ ഒട്ടും ഉപ്പ് വേണ്ട, അല്ലെങ്കിൽ ഉണക്കമീൻ ചമ്മന്തിക്ക് വേണ്ട, ചിലതിന് ഉപ്പ് കാണത്തില്ല. അങ്ങനെയുള്ളതിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു കൈപ്പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഒരു കൈപ്പിടി നിറച്ച് 2 പ്രാവശ്യമായിട്ട് ഇട്ടെന്നേ ഉള്ളൂ, നിറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 അടി കിറുന്ന 2 അടി അടിച്ച, ഒരുപാട് അടിച്ച് ഇങ്ങനെ ഒത്തിരി അങ്ങ് അരഞ്ഞു പോയൊരു ചമ്മന്തി കേട്ടോ. എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോയി. ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല കിടുക്കാച്ചി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ തട്ടിയതിന് ശേഷം നമുക്ക് അത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം.
അതല്ലെങ്കിൽ വേറൊരു പാത്രത്തിലാക്കിയിട്ടോ എങ്ങനെയാണോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പല രീതിയിലും ചെയ്താലോ, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് ഭംഗി കൂട്ടുകയോ അതിങ്ങനെ ഉരുട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം ഒരു പാത്രത്തിൽ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഇതെങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്, ഇതെല്ലാവർക്കും അറിയാവുന്ന ഡിഷ് തന്നെ, എന്നാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല കിടുക്കാച്ചി ചമ്മന്തി, ചൂട് കഞ്ഞിയോ ചോറായാലും സൂപ്പറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.